ജഡ്ജിമാരെ പൊതു തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്ന മെക്സിക്കോയെക്കുറിച്ചാണ് വേൾഡ് ഇൻവേർഡ്സിൽ ആദ്യമായി സംസാരിക്കുന്നത്. എന്തുകൊണ്ട് മെക്സിക്കോ അത്തരത്തിലൊരു നിലപാടിലേക്ക് മാറി എന്നതിൻ്റെ കാരണങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. ജനപ്രതിനിധികളാണ് ജനാധിപത്യത്തിലെ സർവസ്വം എന്ന പൊതുജനാധിപത്യ കാഴ്ചപ്പാടും മെക്സിക്കൻ അവസ്ഥ ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടാമതായി പോളണ്ടിനെ കുറിച്ച്. റഷ്യക്കാരെ കണ്ടുകൂടാതായ പോളണ്ടിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച. അവസാനം ഇസ്രായേലിൻ്റെ വിലക്കിനെ മറികടക്കാൻ ഗസയിലേക്ക് കുതിക്കുന്ന ഗ്രെറ്റയുടെ കപ്പൽ ദൗത്യത്തെക്കുറിച്ചും. മെക്സിക്കോയിലെ ജനങ്ങൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ച പോളിംഗ് ബൂത്തിലായിരുന്നു. മറ്റൊന്നിനുമല്ല, തങ്ങളുടെ രാജ്യത്തെ താഴെ തട്ടു മുതലുള്ള ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. 2600 ജഡ്ജിമാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. മത്സര രംഗത്തുള്ളത് 7700 പേർ. ഈ തെരഞ്ഞെടുപ്പ് വഴി മെക്സിക്കോയിൽ ആകെ ജഡ്ജിമാരിൽ പകുതി പേരെയാണ് തിരഞ്ഞെടുക്കുക. ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2027 നടക്കുക. പല തരത്തിലുള്ള ജഡ്ജിമാരെ പല കോടതികളിലേക്ക് തിരഞ്ഞെടുക്കേണ്ടതുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് വലിയ ബാലറ്റ് പേപ്പറുകളാണ് കിട്ടുന്നത്. ചിലതൊക്കെ പല കളറിലുള്ള പുസ്തകങ്ങൾ പോലും ഉണ്ടാവും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആകെ വോട്ടിംഗ് ശതമാനം വെറും 13. ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ശതമാനം ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടായിട്ടില്ലത്രേ. ഇനി അസാധു വോട്ടുകളും മറ്റു തകരാറുകളുള്ള ബാലറ്റുകളും കുറച്ചാൽ ശരിക്കും വോട്ട് ചെയ്തവരുടെ എണ്ണം തുലോം കുറയാനാണ് സാധ്യത. പ്രതിപക്ഷം പറയുന്നത് വോട്ട് ചെയ്യാൻ അറിയാത്തവരുടെ വോട്ടുകളും കാലിയായ ബാലറ്റ് പെട്ടികളും ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന അവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നാണ്. മെക്സിക്കൻ സർക്കാരിന് പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്: കോൺഗ്രസും പ്രസിഡന്റും കോടതിയും. കോൺഗ്രസ് ആണ് നിയമങ്ങൾ ഉണ്ടാക്കുക, നടപ്പിലാക്കുന്നത് പ്രസിഡന്റും. കോടതികൾ നിയമവ്യവസ്ഥയെ നിലനിർത്തുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. ഈ 3 വിഭാഗങ്ങളും ചേർന്ന് സർക്കാരിൻ്റെ അധികാരത്തെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് രാജ്യത്തെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിന് കൂടുതൽ അധികാരം ലഭിക്കുന്നില്ല. മുമ്പ് കാലത്ത് പ്രസിഡന്റോ ഗവർണർമാരോ ആയിരുന്നു ജഡ്ജിമാരെ നിയമിച്ചിരുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം മുതലാണ് ജനങ്ങൾക്ക് അവരെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം നൽകിയത്. അന്നത്തെ പ്രസിഡന്റിന്റെ ഇഷ്ടങ്ങൾക്ക് കോടതി എതിര് നിന്നതുകൊണ്ടാണ് അവരെ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ മതി എന്ന കാര്യത്തിലേക്ക് സംഗതികൾ എത്തിയതത്രേ. തൻ്റെ പാർട്ടിയാണ് കോൺഗ്രസ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് കോടതിയും തൻ്റെ വഴിക്ക് വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അഴിമതിക്കാർ ഒഴിവാക്കാനും കോടതികളെ ജനാധിപത്യവൽക്കരിക്കാനും ഭരണത്തിൽ ജനങ്ങളുടെ ശബ്ദം പ്രതിധ്വനിക്കാനും ഇതൊരു ഉത്തമ വഴിയാണെന്നാണ് രാജ്യം ഭരിക്കുന്ന മൊറീന പാർട്ടിയുടെ നയം. പക്ഷേ ഈ ജനാധിപത്യ രീതിയിൽ ആരായിരിക്കും ജഡ്ജിമാരായി ജയിച്ചു വരിക എന്ന കാര്യത്തിൽ മെക്സിക്കോയിൽ ഒരു വിഭാഗം ആശങ്കയിലാണ്. ജനങ്ങളെ സ്വാധീനിക്കാനും വോട്ട് നേടാനും കഴിയുന്നവർ ജഡ്ജിമാരാവുന്നതോടെ നിയമത്തിന്റെ അവസ്ഥ എന്താവും എന്നതിനെ കുറിച്ചാണ് അവർ ആശങ്കപ്പെടുന്നത്. ഭരണകക്ഷിയായ മൊറീന തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ രേഖപ്പെടുത്തിയ കാർഡ് ജനങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷവും ഈ അടവ് പയറ്റിക്കാണണം. അതുകൊണ്ട് തന്നെ ജയിച്ചു വരുന്നവർ ആരായാലും ഏതെങ്കിലും ഒരു കക്ഷിക്കൊപ്പം നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിയമം ചിലപ്പോൾ അനാഥമാവുകയും ചെയ്യും. പോളണ്ടിനെ കുറിച്ച് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. അവിടെയും വലതുപക്ഷമാണ് വിജയിച്ചു വരുന്നതെന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കരോൾ നരോക്കിയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയിരിക്കുന്നത്. 51% വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. ലിബറൽ നേതാവായ ട്രഡോസ്കി ആയിരുന്നു എക്സിറ്റ് പോളിൽ മുന്നിലെങ്കിലും ഫലം വന്നപ്പോൾ നേരിയ വ്യത്യാസത്തിന് യാഥാസ്ഥിതിക കക്ഷിക്കാണ് മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. നരോക്കി ചെറിയ വലതുപക്ഷക്കാരനല്ലെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന. വൈറ്റ് ഹൗസിൽ നിന്ന് നേരിട്ട് പിന്തുണ കിട്ടുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. നേരത്തെ പോളണ്ട് സന്ദർശിച്ച അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോം പോളണ്ടും ട്രംപും തമ്മിലുള്ള ഊഷ്മളത നിലനിൽക്കാൻ നരോക്കിക്ക് വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയും നടത്തിയിരുന്നു. വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന റൊമാനിയയും ഫ്രാൻസും ഹംഗറിയും എല്ലാം നരോക്കിയുടെ വിജയത്തിൽ ആഹ്ലാദഭരിതരാണ്. യുക്രൈനിന്റെ നാറ്റോ പ്രവേശനത്തെ പോളണ്ട് എതിർക്കുന്നുണ്ട് എങ്കിലും പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും ഇദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. തങ്ങളുടെ സുരക്ഷാ കാരണങ്ങളാണ് യുക്രൈനിന്റെ നാറ്റോ അംഗത്വത്തെ എതിർക്കാൻ ഇവർ പറയുന്നതെങ്കിലും റഷ്യയെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത പോളണ്ടിന് വേറെ വിരോധമൊന്നും യുക്രൈനോടില്ല. പോളണ്ടിലെ പ്രസിഡന്റ് സ്ഥാനം ആലങ്കാരികമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പ്രസിഡന്റിന് വിദേശ നയത്തിലും പ്രതിരോധ നയത്തിലും ചില ഇടപെടലുകൾക്ക് സാധിക്കും. അതിലുപരി രാജ്യത്തെ നിയമങ്ങൾ വീറ്റോ ചെയ്യാൻ സാധിക്കുമെന്നതാണ് സുപ്രധാനമായ അധികാരം. അത് മറികടക്കണമെങ്കിൽ പാർലമെന്റിൽ 60% ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ സാധിക്കൂ. നിലവിലെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിന് ഈ 60% എത്തുക എന്നത് തൽക്കാലം അസാധ്യമാണ് എന്നത് പോളണ്ടിന്റെ രാഷ്ട്രീയത്തെ കലക്കി മറിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. പുതിയ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. അതേസമയം നരോക്കിയുടെ വിജയത്തിന് ശേഷം ടസ്ക് വിശ്വാസ വോട്ട് തേടാനുള്ള തയ്യാറെടുപ്പിലാണ്.
ലിബറലുകളും ഇടതുപക്ഷക്കാരും മിതവാദ കൺസർവേറ്റീവുകളും ഉൾപ്പെടുന്ന കൂട്ടുമുന്നണിയുടെ പിന്തുണയോടെയാണ് ടസ്ക് ഇപ്പോൾ ഭരിക്കുന്നത്. ഇസ്രായേലിന്റെ എല്ലാ തടസ്സങ്ങളെയും തട്ടി നീക്കുമെന്ന നിശ്ചയവുമായി സിസിലിയിൽ നിന്നും ഫ്രീഡം ഫ്ലോട്ടില സഖ്യത്തിന്റെ കപ്പൽ യാത്ര തുടങ്ങിയിരിക്കുന്നു. 12 പേരുള്ള കപ്പൽ യാത്രാ സംഘത്തിൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രെറ്റ തുൻബർഗ്, യൂറോപ്യൻ പാർലമെന്റ് അംഗമായ റീമ ഹസൻ മുബാറക്കും ഉണ്ട്. കപ്പലിൽ ഗസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. ചുരുങ്ങിയ അളവേ വസ്തുക്കളുള്ളൂവെങ്കിലും അതൊരു പ്രതീകാത്മക യാത്രയും ശ്രമവുമായാണ് ഇവർ മനസ്സിലാക്കുന്നത്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മൾ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ എപ്പോഴാണോ ശ്രമങ്ങൾ നിർത്തുന്നത് അപ്പോൾ നമ്മിലെ മനുഷ്യത്വവും മരിച്ചു എന്നാണ് അർത്ഥം. യാത്രയെക്കുറിച്ചുള്ള തുൻബർഗിന്റെ വാക്കുകളാണിത്. മുൻപ് യാത്ര തിരിച്ച ഫ്രീഡം ഫ്ലോട്ടിലെ കപ്പലിൽ ഡ്രോണുകൾ ഇടിച്ച് യാത്ര തകരാറിലായിരുന്നു. നിരായുധരായി അക്രമത്തിൽ വിശ്വസിക്കാത്തവരായാണ് ഈ കപ്പൽ സഞ്ചാരികൾ ഗസ ലക്ഷ്യമാക്കി വരുന്നത്. ആളുകൾ വംശഹത്യക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ ലോകം പുലർത്തുന്ന നിശബ്ദതയേക്കാൾ അപകടകരമല്ല ഈ യാത്രയിലെ അപകടങ്ങൾ. എല്ലാ ജനങ്ങൾക്കുമുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും അഭിമാനവും ഫലസ്തീനികൾക്കും ആവശ്യമാണെന്ന പ്രഖ്യാപനമാണ് ഈ യാത്ര മുന്നോട്ട് വെക്കുന്നത്. ഇതിനോടുള്ള ലോക പോലീസിന്റെ പ്രതികരണം കൂടെ കേൾക്കുക. അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം എക്സിൽ കുറിച്ചത് ഇങ്ങനെ: ഗ്രെറ്റയ്ക്കും കൂട്ടുകാർക്കും നീന്താൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നു. ഇസ്രായേൽ ആസ്ഥാനമായി മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന അഭിഭാഷകൻ ആർസൻ ഒസ്ട്രോവിസ്കി തുൻബർഗിനെ വിളിച്ചത് ലിറ്റിൽ ജിഹാദി എന്നായിരുന്നു. കപ്പൽ കരക്കടുക്കുക എന്നത് മാത്രമല്ല വിജയത്തിന്റെ അർത്ഥം. ഗസയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും നിശബ്ദത അപകടമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതും വിജയം തന്നെയാണ്. നന്ദി.